വർക്ക് പ്രഷർ കാരണം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ തിരിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് മൂഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. ആദ്യമേ നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുക. ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്തായാലും അത് ഡിസ്കാർഡ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫർണിച്ചറുകളുടെ കാര്യത്തിൽ ഒത്തിരി ഫർണിച്ചർ കൂട്ടിയിടാതെ ആവശ്യമുള്ള ഫർണിച്ചറുകൾ മാത്രം ഉപയോഗിക്കുക. അത് ലൈറ്റ് ഷെയ്ഡാണ് ഏറ്റവും നല്ലത്. പെയിൻറ്റിൻ്റെ കാര്യത്തിലും ലൈറ്റ് ഷെയ്ഡാണ് നല്ലത്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ സ്പേസ് നമുക്ക് മെഡിറ്റേഷന് അല്ലെങ്കിൽ ഒരു യോഗ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് ഒരു റൂമിൻ്റെ ഒരു സൈഡാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാം, ഇല്ല നമുക്കൊരു കോർട്ട്യാർഡ് ആണെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും ആക്കാം. ഇല്ല നമുക്ക് റിലാക്സ് ചെയ്യാനാണെങ്കിൽ ഒരു ചെയർ അല്ലെങ്കിൽ വായിക്കാനാണെങ്കിൽ ബുക്ക് ഷെൽഫ് ഇങ്ങനെയുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സ്പീക്കേഴ്സ് നമ്മുടെ റൂമിൽ തന്നെ സെറ്റ് ചെയ്യാം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നമ്മുടെ റൂമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അതായത് ഫാബ്രിക്കിൽ കുറച്ച് ചേഞ്ച് വരുത്താം, കുഷ്യൻസിൻ്റെ കവർ മാറ്റാം, കേർട്ടൻസിൽ ചേഞ്ച് വരുത്താം. ഇങ്ങനെ കുറച്ച് ഫർണിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ, അതായത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ റൂമിനെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേറൊരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് പല ദിവസങ്ങളും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് റൂമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു. താങ്ക് യു.